ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് ഒരു ആഗോള പ്രശ്നമായി മാറുന്നത് നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ദമ്പതികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റും ഭാര്യയും തമ്മിൽ അടിപിടിയൊക്കെ കൂടിയാൽ അതൊരു ആഗോള വാർത്തയായി മാറുന്നതിൽ അതിശയിക്കാനില്ല. പക്ഷേ ഇത് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മുടെ കേരളം എത്രമാത്രം പുരോഗമിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. എന്തായാലും പറഞ്ഞു വരുന്നത് നമ്മുടെ ജിജി പിന്നെ അതുപോലെ തന്നെ ജോസഫ് മാരിയോ ദമ്പതികളെ പറ്റിയാണ്. ഈ വഴക്കുണ്ടാക്കിയെന്നുള്ളത് ഒരു തെറ്റ്, പിന്നെ ഭാര്യയുടെ തല അടിച്ചു പൊട്ടിച്ചെന്നുള്ളത് മറ്റൊരു തെറ്റ്. അതൊരു കുറ്റം, ഒരു കുറ്റകൃത്യം. സാമാന്യ നിലയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി വഴക്കൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ഇത്ര വലിയ കയ്യാങ്കളിയിലേക്ക് മാറുന്നത് നമ്മൾ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. പിന്നെ തല എറിഞ്ഞുടയ്ക്കാനും പിന്നെ എറിഞ്ഞു പൊട്ടിക്കാനും 6 സ്റ്റിച്ചിന് പിന്നെ സ്റ്റിച്ച് വേണ്ടി വരേണ്ട സ്ഥിതിയൊക്കെ വരുന്നത് അത് വളരെ ചുരുക്കമായിട്ട് നമ്മൾ കാണാറുള്ളൂ. പലപ്പോഴും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി രണ്ടു കൂട്ടരും അടങ്ങുകയാണ് പതിവ്. വാക്കുകൾക്കപ്പുറത്ത് പോകാറില്ല, കയ്യാങ്കളിയിലേക്ക് പോകാറില്ല. അപ്പോൾ ഇവരുടെയൊക്കെ സംസ്കാരം എന്താണ്? ഇവർ ആളുകളെ ഈ നല്ല രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു, പിന്നെ വിവാഹബന്ധം നല്ല രീതിയിൽ പരസ്പരം ഒത്തുപോകാനായിട്ട് പഠിപ്പിക്കുന്നു. ഇങ്ങനെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ധ്യാനിപ്പിക്കുക, ഈ പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ രണ്ടു കൂട്ടരും കത്തോലിക്ക സഭയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്നത്. കത്തോലിക്ക സഭയിൽ സാധാരണ അച്ചന്മാരുടെ തട്ടിപ്പല്ലാതെ ഈ അൽമേനികളുടെ തട്ടിപ്പ് അത്രയധികം പിന്നെ അങ്ങോട്ട് ഭരിക്കുന്ന ഒരു സ്ഥലമല്ല അത്. കത്തോലിക്ക സഭ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം വൈദികർ തന്നെ ആവശ്യത്തിന് തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തരം വൃത്തികേടുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഇനി അൽമേനികളോട് ചെന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യം തന്നെ, ഭയങ്കര സംഭവം തന്നെ. അപ്പോൾ എന്തായാലും ഈ ഇങ്ങനെയുള്ള ആളുകൾ അതിനെപ്പറ്റി ഇന്നിപ്പം ജിജി മാരിയോ അവരും മനസ്സ് തുറന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഭർത്താവ് മനസ്സ് തുറന്നു. മറുനാടൻ മലയാളിയിലൊക്കെ അത് നമ്മൾ ദീർഘമായി കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ അധികമൊന്നും കേട്ടിട്ടില്ല. കാരണം ഈ വൃത്തികെട്ട അടുക്കളക്കാര്യം കേൾക്കാൻ ആർക്കാ താല്പര്യം? എനിക്ക് പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇവർ പോയി എവിടെയെങ്കിലും പോയി തുറഞ്ഞോട്ടെ, നമുക്കെന്ത് കാര്യം? ആപ്പാടെ നമ്മളെ നാറ്റിക്കരുത്. അപ്പോൾ ഇതിലെ തമാശ ഇന്ന് ഭാര്യ പറഞ്ഞിരിക്കുന്നത് ഇവർ ധ്യാനിപ്പിക്കാൻ പോകുന്നതിന് 50,000 രൂപ വാങ്ങിക്കുമായിരുന്നു എന്ന്. അത്രയ്ക്ക് മാത്രം വലിയ ധ്യാനഗുരുവാണോ അവർ? ഇനി അതുപോലെ തന്നെ അവർ വിവാഹത്തിന് മുമ്പ് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി പൈസയൊക്കെ വെച്ചാണ് പുറത്തൊക്കെ പോവുകയും റിസോർട്ടിലൊക്കെ താമസിക്കുകയും ചെയ്തത്. ആയിക്കോട്ടെ, സന്തോഷം, നമുക്ക് യാതൊരു വിരോധവുമില്ല. പിന്നെ ഈ വിവാഹത്തിന് ശേഷം ഇവർ 2 ട്രസ്റ്റ് തുടങ്ങി. ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഫിലോക്കാലിയ, അതിന് പുറമെ ഭർത്താവ് വേറൊരെണ്ണം കൂടെ തുടങ്ങി. അപ്പോൾ അവിടെ തൊട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ 2 ട്രസ്റ്റിലേക്ക് പണം വരാൻ തുടങ്ങി. 2 ട്രസ്റ്റും മൂലം പിന്നെ ഒരെണ്ണം അടച്ചു പൂട്ടിയിട്ട് ആദ്യത്തേത് മാത്രം മതി, മറ്റേത് വേണ്ട എന്നുള്ള രീതിയിലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ സംസാരവും വഴക്കും, പിന്നെ പൈസയെ ചൊല്ലിയുള്ള വഴക്കുകൾ. അപ്പോൾ ഇത് ഖേദകരമായ ഒരു കാര്യമാണ്. ഇന്ന് ഇതേ സംബന്ധിച്ച് ഈ ജെറി പൂവക്കാല നമുക്കറിയാം, ഇൻ്റർനെറ്റിൽ പിന്നെ ഫേസ്ബുക്കിൽ ഏറ്റവും അധികം പിന്നെ ഫോളോവേഴ്സൊക്കെയുള്ള പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലുണ്ടെന്ന് പിന്നെ കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം എഴുതിയ നല്ലൊരു പോസ്റ്റുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവർ ഇത്രയും കാലം ആളുകളെ ചുമ്മാ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഈ പൈസയുടെ കാര്യത്തിലൊക്കെ ഇതൊക്കെയായിരുന്നു ഇവരുടെ മനസ്സിലിപ്പം ഇവരുടെ പരിപാടിയെങ്കിൽ ഇനി ഏതായാലും നിങ്ങൾ ധ്യാനിപ്പിക്കാനൊന്നും പോകണ്ട. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരുമിച്ച് ജീവിക്കുക, ജോലിയെടുത്ത് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കാനായിട്ട് നോക്ക്. അല്ലാതെ ഈ പരിപാടിയും കൊണ്ട് ഇനി പറ്റിക്കാനായിട്ട് ഇനി വരേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ സത്യസന്ധമായ ഒരു കാര്യം. ഇനി നിങ്ങൾ ധ്യാനിപ്പിക്കുകയും ഞങ്ങളെ നന്നാക്കാനായിട്ട് നിങ്ങൾ വരേണ്ടതില്ല. നിങ്ങളൊന്നും നന്നാകുക ആദ്യമേ. എന്നാൽ പിന്നെ ഈ ആളുകൾക്ക് ഈ വിഴുപ്പ് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഇസ്ലാം മതത്തിൽ നിന്നൊക്കെ അപ്പം മറുനാടൻ ചെയ്ത ഒരു വീഡിയോയും എനിക്കിഷ്ടപ്പെട്ടു. അയാൾ പറയുന്നത് പിന്നെ ഈ മതം മാറ്റമൊന്നും പാടില്ല. മതം മാറിയാൽ ഇപ്പം ഈ ഇസ്ലാം മതത്തിൽ നിന്നോ ഹിന്ദു മതത്തിൽ നിന്നോ ഒക്കെ ഒരാൾ ക്രിസ്തു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തമ്പടിച്ചിരിക്കുന്ന താപ്പാനകളുണ്ട്, അവരാരും നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന്. വളരെ സത്യം. കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ ആ സഭയിലേക്ക് മതം മാറി ചെല്ലാനേ പറ്റുമെന്ന് തോന്നുന്നില്ല. കത്തോലിക്ക സഭയാണ് പിന്നെയും സ്വീകരിക്കുന്നത്. എന്നാലും അവർ പുതു ക്രിസ്ത്യാനിയായിരിക്കും. ഇനി ദളിത് വിഭാഗത്തിൽ നിന്നാണെങ്കിൽ ദളിത് ക്രിസ്ത്യാനിയായിരിക്കും. അങ്ങനെ പുലയനൊരു പള്ളി, പറയനൊരു പള്ളി, പിന്നെ മുക്കുവനൊരു പള്ളി എന്നുള്ള സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അതും സംഭവിക്കാം. അപ്പം മതം മാറുകയേ വേണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മതം മാറുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. മാറുകയോ മാറാതിരിക്കുകയോ, പിന്നെ അതുകൊണ്ട് വല്ല ഗുണമുണ്ടെങ്കിൽ മാറാം, ഗുണമില്ലെങ്കിൽ മാറേണ്ടതില്ല. എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി മാറുന്നതിന് ഒരർത്ഥവുമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും പിന്നെ ഈ ദളിതർ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ദളിതർ മാത്രമാണ്. അവർ മാത്രം മതം മാറിയാൽ അവിടെ ഉന്നത ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരുമല്ല, ഈ ജാതിക്കാരുമില്ല. അവിടെ ഈ പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല. കേരളത്തിൽ മാത്രമാണ് മുന്തിയ ക്രിസ്ത്യാനികളും
താഴ്ന്ന ക്രിസ്ത്യാനികളും ഉള്ളത്. കേരളത്തിന് പുറത്ത് അത് പിന്നെ കേരളത്തിന് പുറത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും നമ്മൾ ഈ മതിൽ കെട്ടിയ സെമിത്തേരികളൊക്കെ നമ്മൾ കാണാറുണ്ട്. വരേണ്യർക്ക് പിന്നെ സെമിത്തേരിയുടെ ഒരു ഭാഗം, വരേണ്യരല്ലാത്തവർക്ക് വേറൊരു ഭാഗം, ഇങ്ങനെയും ചുരുക്കമായിട്ട് നമ്മൾ കാണാറുണ്ട്. സഭയിൽ അങ്ങനെ വ്യത്യാസമോ മതപരമായൊരു ഭിന്നതയോ ഇല്ല പാടില്ല എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം തന്നെ. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇതൊക്കെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ കത്തോലിക്ക സഭയിൽ വരുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പെന്തക്കോസ്ത് സഭയിലാണ് നമുക്ക് മനസ്സിലാക്കാം. അതൊരു ചെറിയ കുറച്ച് 5-10 പേര് കൂടിയാൽ കൂടി ഒരു സഭയായിട്ട് മാറി, ഒരു പള്ളിയായിട്ട് മാറി. അവർക്ക് ഇഷ്ടം പോലെ ആരോടും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല. അപ്പോൾ കത്തോലിക്ക സഭയിൽ വന്നു കഴിയുമ്പം അതിൻ്റെ ചട്ടവട്ടങ്ങളും അതിൻ്റെ ചട്ടക്കൂടുകളും അതിൻ്റെ അകത്തെ ബിഷപ്പുമാർ മുതൽ ഈ കത്തനാരുമാർ വരെയുള്ള അവരുടെ തട്ടിപ്പ് വെട്ടിപ്പ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അൽമേനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്. പക്ഷേ അതെല്ലാം ഭേദിച്ച് ഇവർ തന്നെ വലിയ ആളുകളായി മാറി എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്, നിസ്സാര കാര്യമല്ല അത്. ഈ സജിത്ത് വളപ്പിൽ എന്ന് പറഞ്ഞ വേറൊരു കക്ഷി, അദ്ദേഹത്തെ ഇപ്പോൾ സഭ മുടക്കുകയോ എന്തോ ചെയ്തിരിക്കുന്നു കേൾക്കുന്നു. എന്തായാലും ഈ അൽമായർ ഇങ്ങനെ വലിയ പ്രേക്ഷിത പ്രവർത്തനവും വലിയ ധ്യാന ഗുരുക്കളുമൊക്കെ ആയി മാറുമ്പം സഭാ നേതൃത്വം ഒരു കണ്ണുണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണ്.